ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 9 മണിയായി. ഇപ്പോൾ ഞാൻ എവിടെ പോകാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ പോകുന്നത് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനാണ്. ഷോപ്പിങ്ങിന് പോകാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയല്ലേ. അപ്പം വെള്ളിയാഴ്ച രാത്രി ഉപ്പാക്കും അബൂജിക്കും ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം പിറ്റേന്ന് ശനിയല്ലേ, അപ്പം ഓഫീസിൽ പോകണ്ടല്ലോ. അപ്പം നോർമലി നമ്മൾ വെള്ളിയാഴ്ച രാത്രി കാർഡ് ഗെയിമാണ് കളിക്കുന്നത്. കാർഡ് ഗെയിം കളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു കാർഡ് ഗെയിം അല്ല, നമുക്കൊരു മൂവി കാണാമെന്ന്. അങ്ങനെ വീട്ടിൽ വെച്ച് മൂവി കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ചിക്കൻ ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് ചിക്കൻ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഓർഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് നമുക്ക് ഓരോരുത്തർക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് പോന്നു. അയ്യപ്പാ, അങ്ങനെ നമ്മളിപ്പോൾ ഈ മാർട്ടിലെത്തി. ഈ മാർട്ട് എന്ന് പറയുന്നത് കൊറിയയിൽ ഫേമസ് ആയിട്ടുള്ള മാർട്ടുകളിൽ ഒന്നാണ് ഈ മാർട്ട്. ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. അങ്ങനെ ഉമ്മായും അബുജിയും ഞാനും ഉപ്പായും കൂടെ ഈ മാർട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഓരോ ഐറ്റംസ് ഓരോരുത്തർ സെലക്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിതാ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 9, ഇപ്പോൾ സമയം നമ്മൾ 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ 9:10 10 മിനിറ്റ് എടുത്തു നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം മിക്കുള്ള എല്ലാ സംഭവങ്ങളും സെയിലായി കഴിഞ്ഞു കേട്ടോ. രാത്രി 9 മണിയായി എല്ലാ ഐറ്റംസും സെയിലായി. കുറച്ച് അവിടെ ഇവിടെ ആക്കിയിട്ടൊക്കെ ലെഫ്റ്റായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നതെന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി നടക്കുക, എന്താ വാങ്ങാന്ന്. 저거 고빵에서 더 좋은 거 살 수 있는데 그냥 사지 마. അപ്പോൾ ഇവിടെ കാണാം, ഇതിൻ്റെ പേരാണ് പൊക്സുങ്ങ പീച്ച്. പീച്ചിന് കൊറിയൻ ലാംഗ്വേജിൽ പൊക്സുങ്ങ എന്നാണ് പറയുന്നത്. പൊക്സുങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ളതുണ്ട്. ഈ അകഭാഗം സോഫ്റ്റ് ആയിട്ടുള്ളതും ചെറിയ ഹാർഡായിട്ടുള്ളതും ഉണ്ട്. ഒപ്പ എന്ന് പറയുന്നത് എവിടെ പോയാലും ചൂയിങ്കമിൻ്റെ ആളാണ്. ഈ പല രീതിയിലുള്ള ചൂയിങ്കത്തിൻ്റെ ആളാണ്. അപ്പോൾ ചൂയിങ്കം ഏതാണ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നോക്കി നടക്കും. ഇവിടെ BTSൻ്റെ ചൂയിങ്കമുണ്ട്. BTS. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ BTSലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മെമ്പർ ഷുഗയാണ്. ഞാൻ ചൂയിങ്കം കഴിക്കാത്തത് കൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. 괜찮은 것 같아요. 이거 괜찮은 것 같아요. 아니야, 이거 괜찮아요. അബൂജി ഇങ്ങനെ തണ്ണിമത്തനൊക്കെ തട്ടി നോക്കുവാണ് ഏതാണ് നല്ലതെന്ന്. അപ്പോൾ അബൂജി തട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഉമ്മാക്ക് തട്ടേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഉമ്മ കണ്ടപ്പോൾ തന്നെ ഇത് കൊള്ളാം, ഇത് മതി എന്ന് വിചാരിച്ച് ഉമ്മ അപ്പോൾ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഡെയിലി യൂസ് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എങ്ങനെയാണ്, കൊറിയ ആണോ ഇന്ത്യ ആണോ നല്ലത്. അപ്പം നമ്മളിങ്ങനെ ഫുഡിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
കൊറിയയിൽ ഫുഡ് കുറച്ച് എക്സ്പെൻസാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് എക്സ്പെൻസാണ്. ആബുജിയുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ നട്ട്സ് വാങ്ങി വെക്കലാണ്. നട്ട്സ് വാങ്ങി വെക്കും, പക്ഷേ കഴിക്കാറില്ല. വെറുതെ ഇങ്ങനെ എവിടെ പോയാലും ഇങ്ങനെ നട്ട്സ് ഇരിക്കുന്ന സെക്ഷനിൽ പോയി ഇങ്ങനെ നോക്കലാണ് ആബുജിയുടെ പണി. 와, 나 카크임치 먹고 싶은데 엄청 비싸. 근데 여기 엄청 비싸요. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് കക്കിംചി എന്ന് പറയുന്നത്. മസ്റ്റാർഡ് ലീഫിൻ്റെ നമ്മുടെ കടുകിൻ്റെ ഇലയുടെ കിഞ്ചിയാണ്. പക്ഷേ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഓൺലൈനിൽ കൂടെ നമ്മൾ വാങ്ങുവാണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഇവിടെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ കൊറിയൻ ഡ്രാമ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചില ഡ്രാമകളിൽ ആൽക്കഹോൾ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിച്ച് തിന്നുന്ന ചില സീൻസ് കാണാം. സംഭവം എന്ന് വെച്ചാൽ ഉണക്കിയ കണവയും അതേപോലെ തന്നെ ഏതോ ഒരു ഫിഷാണ്. ആ ഫിഷിൻ്റെ പേരെനിക്ക്, ആ മീനിൻ്റെ മലയാളം ഏത് മീനാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. അപ്പോൾ എനിക്ക് എന്താ വാങ്ങേണ്ടതെന്ന് അറിയാത്തത് കാരണം ഞാനിങ്ങനെ ഉമ്മാടെ അപ്പുച്ചിയുടെ ഒപ്പാടെ പുറകെ ഇങ്ങനെ വാല് പോലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് തണ്ണിമത്തനായിരുന്നു കഴിക്കാൻ ആവശ്യം. അപ്പോൾ തണ്ണിമത്തൻ ഓൾറെഡി വാങ്ങി. അപ്പോൾ ഇനി എന്താ വാങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നടക്കുക. ഇത് നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ചേട്ടന്മാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സെക്ഷനകത്തോട്ട് കയറുന്നത്. നോർമലി ഒപ്പാടെ ഫാമിലീസ് ക്രിസ്ത്യൻ ആയതുകൊണ്ട് ആൽക്കഹോൾ കഴിക്കാറില്ല. പലതരത്തിലുള്ള ആൽക്കഹോളുണ്ട്, വൈനുണ്ട്, പിന്നെ എന്തൊക്കെയാണ്, ഏതൊക്കെ പേരെനിക്കറിയത്തില്ല. ആ സംഭവത്തിൻ്റെ സെക്ഷനാണിത്. അപ്പോൾ നമുക്ക് ഏകദേശം ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങി. സംഭവം എന്ന് വെച്ചാൽ വേറെ ആയിട്ടൊന്നുമല്ല, കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് വാങ്ങിയത്. ഉമ്മ ഇവിടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ഉമ്മ ഇവിടെ തപ്പൊക്കെ ഉണ്ടാക്കുന്ന സോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോസ് എന്ന് പറഞ്ഞാൽ ഫെക്സാൻസന്നിയും ഒരു ഫേമസ് ആയിട്ടുള്ള ഷെഫാണ് കൊറിയയിൽ. അപ്പോൾ അതിൻ്റെ തപ്പോക്കി സോസ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഉമ്മ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിയത്. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങി നമ്മളങ്ങനെ ബില്ലിടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഏകദേശം എല്ലാ സാധനങ്ങളും സോൾഡ് ഔട്ട് ആയിന്ന്. അതിൻ്റെ തെളിവാണിത്. ചപ്പിയ കുറച്ച് പഴങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഉമ്മ തണ്ണിമത്തങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തണ്ണിമത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറെ ആളുണ്ട് കേട്ടോ. ആരാന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് തണ്ണിമത്തങ്ങ കഴിക്കൽ. തണ്ണിമത്തൻ്റെ ആ തോലുണ്ടല്ലോ, തോലോട് ചേർന്ന ആ ഭാഗം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക്. അപ്പോൾ തണ്ണിമത്തങ്ങ വാങ്ങുന്ന സമയത്തെല്ലാം കുഞ്ഞിക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ മൂവി നൈറ്റിന് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഫ്രൂട്ട്സും സ്നാക്സും എല്ലാ ഐറ്റംസും നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി മൂവി കണ്ടാൽ മാത്രം മതി. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഒപ്പ ഒരു പാൻറ്റിമാനാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒപ്പാക്ക് ഡ്രസ്സ് ഇടുന്നതേ അലർജിയാണ്. അപ്പം രാത്രി ഇരുട്ടായതുകൊണ്ട് ഞാൻ ഒപ്പായ ബ്ലർ ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ബ്ലർ ചെയ്യേണ്ടി വന്നേനെ. മൂവി തുടങ്ങി 10 മിനിറ്റിനകം എല്ലാ ഫ്രൂട്ട്സും അല്ലെങ്കിൽ എല്ലാ സ്നാക്സും തിന്നിട്ട് മിണ്ടാതെ നോക്കിയിരിക്കുന്ന ആളാണ് ഉപ്പ. പിന്നെ ആബൂച്ചി മൂവി തുടങ്ങി 10 മിനിറ്റിനകം ഉറങ്ങും. അടുത്ത ആൾ
സ്നാക്സ് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് വിചാരിച്ച് ഒരേ ഒരു കഷ്ണം ചിപ്സ് കൊണ്ട് ഒരു ഫുൾ മൂവി കണ്ടു തീർക്കുന്ന ആളാണ് ഉമ്മ. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെയാണോ? നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.